തൃശൂർ വിയൂർ സബ് ജയിലിൽ കുഴഞ്ഞു വീണ റിമാൻഡ് പ്രതി ചികിത്സയിലിരിക്കെ മരിച്ചു. തൃശൂർ ചിറ്റിശ്ശേരി സ്വദേശി രേഷ് ബാബു ആണ് മരിച്ചത്. കഴിഞ്ഞ മാസം 26-നാണ് രേഷ് ബാബു ജയിലിൽ കുഴഞ്ഞു വീണത്. രേഷിന് ജയിലിൽ മർദ്ദനമേറ്റിട്ടുണ്ടെന്ന് ബന്ധുക്കൾ ആരോപിച്ചു. ലെവിൻ കെ വിജയനുണ്ട് വിശദാംശങ്ങളുമായി. ലെവിനെ, ഈ ബന്ധുക്കളുടെ ആരോപണം എങ്ങനെയാണ്? ഇതെപ്പോഴാണ് ഈ മരണമുണ്ടായത്? വിവരങ്ങൾ. അരുണി, ഇന്നലെ ഉച്ചയോടുകൂടിയാണ് രേഷ് ബാബു എന്ന് പറയുന്ന 35 വയസ്സുകാരൻ, തൃശൂർ ചെറ്റിശ്ശേരി സ്വദേശിയാണ്. ഇദ്ദേഹത്തിന് മാനസിക ആരോഗ്യ വെല്ലുവിളി നേരിടുന്ന ആളാണ് എന്നുള്ളതും ബന്ധുക്കൾ ആരോപിക്കുന്നുണ്ട്. തൃശൂർ വിയ്യൂർ ജില്ലാ ജയിലിൽ ഇദ്ദേഹം ഒരു റിമാൻഡ് പ്രതിയായി കഴിഞ്ഞു വരികയായിരുന്നു. 18-ന് തൃശൂർ ടൗണിൽ വെച്ച് നടന്ന ഒരു പിടിച്ചുപറി കേസിൽ പ്രതിയായി 4 പേർക്കൊപ്പം പ്രതിയായിട്ടാണ് ഇയാൾ റിമാൻഡിലാവുന്നത്. അതിനെ തുടർന്ന് ജയിൽവാസം അനുഭവിച്ചു വരവെ കഴിഞ്ഞ ദിവസം 26-ാം തീയതി ഇയാൾ ജയിലിൽ കുഴഞ്ഞു വീഴുകയും ജയിൽ അധികൃതർ വേഗത്തിൽ തന്നെ ആശുപത്രിയിലാക്കുകയുമായിരുന്നു. ആശുപത്രിയിലാക്കിയതിന് പിന്നാലെ തന്നെ ബന്ധുക്കളെ വിളിച്ചറിയിക്കുക കൂടി ചെയ്തു. ബന്ധുക്കളെത്തി. അപ്പോൾ ഇയാൾക്ക് രേഷ് ബാബുവിന് മർദ്ദനമേറ്റ നിലയിൽ അവർക്ക് സംശയം തോന്നി. മുഖത്തും ചുണ്ടിന്റെ ഭാഗത്തുമൊക്കെ നീര് വന്ന നിലയിൽ കണ്ടു എന്നുള്ളതാണ് ബന്ധുക്കൾ പറയുന്നത്. ജയിൽ അധികൃതരോട് ചോദിച്ചപ്പോൾ ആദ്യം ഇദ്ദേഹം ജയിലിൽ വാഷ്റൂമിൽ പോയ വഴിക്ക് അവിടെ വെച്ച് സാമ്പ്രാണി പോലെ ഒരു വസ്തു എടുത്ത് കടിക്കുകയും അതിനെ തുടർന്ന് ചുണ്ടിന്റെ ഭാഗത്ത് നിന്നും ചോര വരികയും പിന്നീട് രക്തം ഛർദ്ദിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ആദ്യം വിശദീകരണമായി നൽകിയതെന്ന് പറയുന്നു. പിന്നാലെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിച്ചപ്പോൾ രക്തത്തിൽ പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണത്തിൽ കുറവുണ്ടായി. ഇതേ തുടർന്നാണ് ഇപ്പോൾ മരണം സംഭവിച്ചത് എന്നുള്ളതാണ് അധികൃതർ അറിയിച്ചതായി പറയുന്നു. ഇത്തരത്തിൽ ദുരൂഹത നിറഞ്ഞു നിൽക്കുന്ന ഒരു സംഭവമായതുകൊണ്ട് തന്നെ മകന് മർദ്ദനമേറ്റിട്ടുണ്ടോ എന്നത് അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കണമെന്നും അന്വേഷിക്കണമെന്നുമാണ് കുടുംബാംഗങ്ങൾ പറയുന്നത്. ഇപ്പോൾ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. അരുണ്യ. ശരി, ലെവിൻ കെ വിജയനാണ് വിവരങ്ങൾ നൽകിയത്.